ലോകത്തിലെ തന്നെ ഏറ്റവും വിലപിടിപ്പുള്ള ബ്രീഡായ മുറയെ പറ്റി ഒന്ന് നോക്കിയാലോ. നിങ്ങൾ മുറ എന്ന ഇനത്തെപ്പറ്റി കേട്ടിട്ടുണ്ടാവും. എന്നാൽ ഇതിൻ്റെ ചരിത്രം എത്രത്തോളം വിചിത്രവും അഭിമാനകരവുമാണെന്നറിയാമോ? ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ എരുമ ഇനങ്ങളിൽ ഒന്നാണ് മുറ എരുമകൾ അല്ലെങ്കിൽ മുറ പോത്തുകൾ. ഇതിൻ്റെ ജന്മദേശം തന്നെ ഇന്ത്യയിലെ ഹരിയാന സംസ്ഥാനത്തിലെ റോഹ്തക്, ഹിസാർ എന്നീ പ്രദേശങ്ങളാണ്. കൂടാതെ പഞ്ചാബിലും ഡൽഹിക്ക് ചുറ്റുമുള്ള പ്രദേശങ്ങളിലും നൂറ്റാണ്ടുകളായി ഇവയെ വളർത്തുന്നുണ്ട്. മുറ എന്ന പേര് എവിടെ നിന്നാണ് വന്നത് എന്ന വ്യക്തമായ തെളിവില്ല. എന്നാൽ ചില ചരിത്രകാരന്മാർ പറയുന്നത് മുറ എന്നത് ചുരുണ്ട കൊമ്പിനെ സൂചിപ്പിക്കുന്ന ഒരു പ്രാദേശിക പദത്തിൽ നിന്നാണ് ഉണ്ടായതെന്നാണ്. മുറ എരുമയുടെ പ്രധാന പ്രത്യേകത അതിൻ്റെ ചെറിയ കട്ടിയുള്ള പിന്നിലേക്ക് ചുരുണ്ട കൊമ്പുകളാണ്. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യയിലെ കാർഷിക മേഖല പഠിച്ച വിദഗ്ധർ ഈ ഇനത്തിൻ്റെ അതിശയകരമായ പാലുൽപാദനം ശ്രദ്ധിച്ചു. അതിനുശേഷം ശാസ്ത്രീയമായ പ്രജനന പരിപാടികൾ ആരംഭിച്ചു. ഇന്ന് മുറ ഇനം ഇന്ത്യയിൽ മാത്രം ഒതുങ്ങിയിട്ടില്ല. ബ്രസീൽ, ഫിലിപ്പീൻസ്, വിയറ്റ്നാം, തായ്ലൻഡ്, ഈജിപ്റ്റ്, നേപ്പാൾ തുടങ്ങിയ നിരവധി രാജ്യങ്ങളിൽ ഇന്ത്യയിൽ നിന്ന് മുറകളെ കൊണ്ടുപോയി അവിടെ പാലുൽപാദനം നടത്തുന്നു. മുറ എരുമകളുടെ പാലിന് സാധാരണ പശുവിൻ്റെ പാലിനേക്കാൾ കൂടുതൽ കൊഴുപ്പ് അടങ്ങിയിരിക്കുന്നു. ഏകദേശം 7 മുതൽ 8% വരെ ഫാറ്റ് ഉള്ളതിനാൽ നെയ്യ്, വെണ്ണ, പനീർ, തൈര് എന്നിവ നിർമ്മിക്കാൻ ഇത് വളരെ അനുയോജ്യമാണ്. ഒരു നല്ല മുറ എരുമയ്ക്ക് ഒരു ദിവസം 15 മുതൽ 25 ലിറ്റർ വരെ പാൽ നൽകാൻ കഴിയും. മികച്ച പരിപാലനവും മികച്ച ജനിതക ഗുണങ്ങളുമുള്ള എരുമകൾ 30 ലിറ്ററിലധികം പാൽ നൽകിയ റെക്കോർഡുമുണ്ട്. ഇന്ത്യയിലെ ദേശീയ ക്ഷീരവികസന പദ്ധതിയിൽ മുറ എരുമകൾക്ക് വളരെ വലിയ പങ്കുണ്ട്. ഇന്ന് പല സംസ്ഥാനങ്ങളിലും പ്രാദേശിക എരുമകളുടെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കാൻ മുറ എരുമകളുടെ ജനിതക ശേഷി ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് മുറ എരുമയെ ഇന്ത്യയുടെ ബ്ലാക്ക് ഗോൾഡ് എന്ന് വിളിക്കുന്നത്. ഒരു സാധാരണ കർഷകന്റെ ജീവിതം മാറ്റിമറിക്കാൻ കഴിവുള്ള ഈ എരുമ ഇന്ന് ലോകമെമ്പാടും ഇന്ത്യൻ കാർഷിക മേഖലയ്ക്ക് അഭിമാനമായി മാറിയിരിക്കുകയാണ്. ഒരുപക്ഷെ മുറ എരുമകൾ നമുക്കത്ര പരിചിതമല്ലെങ്കിലും മുറ പോത്തുകൾ നമ്മുടെ നാട്ടിൽ ധാരാളമായി കണ്ടുവരാറുണ്ട്.